ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 52 ഔട്ട്ലെറ്റും ഒരു ഫാക്ടറിയും നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം ഒരു ടീം അതിൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രമേ നടക്കുള്ളൂ. ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കുക, നമ്മുടെ വിഷൻ എന്താണ് അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്ന ആൾക്കാരായിരിക്കണം ടീമിൽ ഉണ്ടാവേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ എല്ലാ ബിസിനസ്സിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങളെ സ്റ്റാഫ് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. നമ്മളൊരു വിഷൻ ഉണ്ടാക്കുന്നു, നമ്മളൊരു മാർഗ്ഗനിർദ്ദേശം എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്കുള്ളൂ. ബാക്കി എല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്റ്റാഫാണ്. അപ്പം അവരില്ലെങ്കിൽ നമ്മളില്ല. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ് ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്നത്. അത് പ്രൊഡക്ഷനിലാണെങ്കിൽ ശരി, സെയിൽസിലാണെങ്കിൽ ശരി, ക്വാളിറ്റി കൺട്രോളിലോ പർച്ചേസിലോ എവിടെയാണെങ്കിലും ഞങ്ങളില്ലെങ്കിലും ഭംഗിയായിട്ട് ഈ സ്ഥാപനം നടന്നു പോകും. അപ്പോൾ ഓരോ എംപ്ലോയിയും ഞങ്ങളെ ഫാമിലി തന്നെയാണ്. ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് ബേക്കറി ബി ഫാമിലി എന്ന് പറയുന്നത്. ഏകദേശം 600 ആൾക്കാരോളം ജോലി ചെയ്യുന്നുണ്ട് പല മേഖലകളിലായിട്ട്. അപ്പോൾ എല്ലാം നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ടാണ് നമ്മളും ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അവരുടെ സന്തോഷവും ദുഃഖവും എല്ലാം നമ്മുടെ സന്തോഷവും ദുഃഖമാണ്. ഇപ്പോൾ ഫെസ്റ്റിവൽസ് ആയാലും ശരി, അവരുടെ ആഘോഷങ്ങളായാലും ശരി, കല്യാണം എന്താണെങ്കിലും ശരി, നമ്മളതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് ഞങ്ങളുടെ പോകുന്നത്. നമുക്ക് എല്ലാ മാസവും സ്റ്റാഫ് മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഞങ്ങൾ പറയുന്നതിനേക്കാളും നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇന്നോവേഷൻസോ കൊണ്ടുവരുന്ന എപ്പോഴും സ്റ്റാഫ് തന്നെയാണ്. ഞങ്ങളെക്കാളും നല്ല ഐഡിയാസും പലപ്പോഴും കൊണ്ടുവരുന്നവർ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് മുഴുവൻ നമ്മുടെ സ്റ്റാഫ് തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട.